ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ടീച്ചേഴ്സ് നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, വലുതാവുമ്പം ആരാവണം, എന്താവണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പലതും നമ്മൾ പറഞ്ഞു കൊടുത്തു, പലതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റി, ചിലതേക്കുള്ള യാത്രയിലാണ്, ചിലതൊക്കെ നമുക്ക് മനസ്സിലായി ഇത് നമുക്കുള്ളതല്ല എന്നൊക്കെ മനസ്സിലായി. എപ്പോഴും നമ്മുടെ മുമ്പിൽ പക്ഷേ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ? ഏത് പ്രായത്തിലായിരുന്നാലും നമ്മുടെ മുമ്പിൽ ഒരു എയിം ഉണ്ടാവും. മുമ്പോട്ടുള്ളൊരു യാത്രയ്ക്ക് നമുക്ക് എപ്പോഴും പ്രചോദനമായി തീരുന്നതും ആ ഒരൊറ്റ കാര്യമാണ്. മുമ്പിലൊരു എയിം ഉണ്ടാവുക, ഒരു ലക്ഷ്യം ഉണ്ടാകുക. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട നമ്മുടെ പൗലോസ്ലീഹ നമ്മളോട് ലക്ഷ്യം വെക്കാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ ഇത് എയിം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് അല്പം ഒന്ന് ധ്യാനിച്ച് കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ ബോധ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നിറച്ചു തരട്ടെ. വായിക്കേണ്ട വചനഭാഗം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 2 തിമോത്തി 2:22, 2 തിമോത്തി 2:22. വചനഭാഗം ഒന്ന് എടുക്കാം, ബൈബിൾ ഒന്ന് കയ്യിലെടുത്തിട്ട് 2 തിമോത്തി 2:22 ഇങ്ങനെയാ വായിക്കുക. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക. ഈ തിന്മയിൽ നിന്ന്, ഈ പ്രലോഭനത്തിൽ നിന്നൊക്കെ ഓടിയകലാൻ വേണ്ടി പൗലോസ്ലീഹ പറയാണ്. ഇതിനെ ലക്ഷ്യം വെക്കരുത്, ഇല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോകരുത്. പകരം നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചത് കേൾക്കാവോ? ഒരുമിച്ച് വായിക്കാം. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെക്കുക. വചനം ക്ലിയർ ആണല്ലോ. പൗലോസ്ലീഹ പറയാണ്, നീതിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും സമാധാനത്തിലും ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് രാത്രി ചിന്തിക്കാം. അത് 4 കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല, ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വിശ്വാസത്തെ ലക്ഷ്യം വെക്കുക. ഫോക്കസ് ഓൺ യുവർ ഫെയ്ത്ത്. പ്രിയപ്പെട്ട സ്വരങ്ങളെ നോക്ക്, നമുക്ക് എല്ലായ്പ്പോഴും ഒരുപോലെ ഒരു വിശ്വാസമൊന്നും ചിലപ്പോൾ സാധിക്കില്ല. നമ്മൾ സാധാ കുഞ്ഞു മനുഷ്യരല്ലേ. ചിലപ്പോൾ വിശ്വാസം കുറഞ്ഞു പോകുന്നൊരു സമയം വരാം. ചിലപ്പോൾ വിശ്വാസം നല്ലപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളൊക്കെ വരാം. നമുക്ക് എല്ലാവർക്കും ഒത്തിരി തവണ വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രലോഭനമാണ്. പഴയതുപോലെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വിശ്വാസത്തിൽ അങ്ങ് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മുടെ ഈ വീക്ക്നെസ്, നമ്മുടെ ഈ കുറവൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാന്ന് തോന്നുന്നു പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയോട് പറഞ്ഞു തരിക, യു ഫോക്കസ് ഓൺ യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അത് പണ്ട് കിട്ടി, അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചു തന്നു, ഇല്ലെങ്കിൽ നമ്മുടെ ധ്യാനം കൂടി, എല്ലാ ദിവസമൊക്കെ പള്ളിയിൽ പോയി വചനം വായിച്ചു, നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത്രമാത്രം ഈശോയോട് നമ്മൾ അടുത്തിട്ടുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ നമുക്ക് ആ വിശ്വാസം കിട്ടിയിട്ടുണ്ട്. പൗലോസ്ലീഹ പറയാണ്, ആ ചെറുപ്പം മുതലേ കിട്ടിയത് മാത്രം പോരാ, നമ്മൾ ഈ കിട്ടിയതിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ എന്ന് പറയും, നിങ്ങൾക്ക് കിട്ടിയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഫെയ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഈ 2 തിമോത്തി 3-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ തന്നെ ഒരു വചനം ഇങ്ങനെ കിടപ്പുണ്ട്. 3:15, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഈശോയിലുള്ള വിശ്വാസത്തിൽ നമ്മളെ രക്ഷിക്കുന്ന ആ വിശ്വാസം, അതിനുള്ള ഫൗണ്ടേഷനൊക്കെ ചെറുപ്പം മുതലേ നിനക്ക് കിട്ടിയിട്ടുള്ളതാണല്ലോ എന്ന് പൗലോസ്ലീഹ പറയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് ചെറുപ്പത്തിൽ കിട്ടി, ആ, പിന്നെ ഫോർമേഷനിലൊക്കെ കിട്ടി. അത് കിട്ടിയത് മാത്രം പോരാ, നമ്മൾ അതുമായിട്ട് മുമ്പോട്ട് നീങ്ങണം, പ്രോഗ്രസ് ചെയ്യണം. പണ്ട് ഞാൻ ഇത്രയും വിശ്വസിച്ചിരുന്നു, പണ്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിരുന്നു, പണ്ട് ഞാൻ ഇത്രയും ഈ വിശുദ്ധിയിൽ ജീവിച്ചിരുന്നു, പോരാ. ആർ യു പ്രോഗ്രസിങ്? ഇതാണ് നമ്മുടെ മുമ്പുള്ള ഏറ്റവും വലിയ ചോദ്യം. മുന്നോട്ട് നീങ്ങുന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നൊക്കെ ഈ മാസം മുന്നോട്ട് പോകുമ്പോൾ, പരിശുദ്ധ അമ്മ വിശ്വസിച്ചതിനെ കുറിച്ച് നമുക്കറിയാലോ. ദൂതൻ വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു, കർത്താവിനൊന്നും അസാധ്യമല്ല എന്നൊക്കെ പറയുന്നു. മറിയം അത് വിശ്വസിക്കുകയാണ് അല്ലേ. അത് കണ്ടിട്ടല്ലേ, നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, എലിസബത്ത് അമ്മ വിളിച്ച് പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കർത്താവ് വന്ന് വിളിച്ചപ്പോൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, നല്ല വചനങ്ങൾ കേട്ടപ്പോൾ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു, ഓക്കെ ആയിരുന്ന സമയത്ത് വിശ്വസിച്ചു എന്നുള്ളതല്ല. പിന്നീട് അങ്ങോട്ട് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് ആ വിശ്വാസമാണ്. പിന്നെ ഈശോയെ നഷ്ടപ്പെട്ടു പോകുന്ന, ഇല്ലെങ്കിൽ ഈ കല്ലറയിലേക്ക് ഈശോയെ മാറ്റി വെക്കുന്ന ഈ സമയത്തും മറിയത്തിൻ്റെ വിശ്വാസം അപ്പോഴും സ്ട്രോങ് ആണ്, പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഈ വിശ്വാസം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മറിയം ശ്രദ്ധിച്ചതുപോലെയാണ് നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് നോക്ക്, ഈ ഈ മാമോദിസയുടെ സമയത്ത്, കുഞ്ഞു ആവയൊക്കെ ആയിരുന്ന സമയത്ത്, പിന്നീട് സ്ഥൈര്യലേപനത്തിൽ കൂദാശകൾ സ്വീകരിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴെല്ലാം ഈ ചെറുപ്പം മുതലേ നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, നമുക്കിത് അറിയാം, സംശയങ്ങളൊന്നുമില്ല. പക്ഷെ അത് കേട്ടത് പോരാ, അത്രയും പോരാ. ഇനി അത് ഓരോ ദിവസവും, ഓരോ തവണയും നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഓർക്കുക, സന്തോഷങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ സങ്കടങ്ങൾ വരുന്ന ജീവിതമായിരിക്കും നമുക്ക്, പ്രതിസന്ധികളായിരിക്കും, ഒത്തിരിയധികം വെല്ലുവിളികളായിരിക്കും. അവിടെ തോറ്റു പോകാതിരിക്കണമെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വിശ്വാസത്തിൽ നിങ്ങൾ ലക്ഷ്യം വെക്കണം. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാവോ? പരിശുദ്ധ അമ്മയോട് ചേർന്നത് പ്രാർത്ഥിക്കണം, മാതാവിനോട് പറയണം, ഈശോയുടെ അടുത്തൊന്ന് പറയണേ, എനിക്ക് പലപ്പോഴും എൻ്റെ ഈശോയിലുള്ള വിശ്വാസം കുറഞ്ഞു പോകുന്നു, ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ചോദ്യം ചെയ്തു പോകുന്നു,
ചിലപ്പോൾ ഞാൻ നിരാശയിലേക്കൊക്കെ പോകുന്നു, സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. മാതാവേ, ഈശോയുടെ അടുത്തൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പറയണേ. എൻ്റെ ഉള്ളിലെ ആ വിശ്വാസം പോവാതിരിക്കാൻ മാത്രമല്ല, ഓരോ ദിവസവും അത് പ്രോഗ്രസ് ചെയ്യാൻ, മുമ്പോട്ട് കയറാനുള്ള ഒരു കൃപ എനിക്ക് ലഭിക്കാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണേ, ഈശോയോട് പറയണേ. ആ ഒരു കൃപ നമ്മിലേക്ക് നിറയട്ടെ. കർത്താവ് ഈശോ മിശിഹാ ആ കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ലക്ഷ്യം വയ്ക്കാം. ചെറുപ്പം മുതൽ കിട്ടിയ ആ വിശ്വാസം മുന്നോട്ട് അഭിവൃദ്ധിപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.